ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴപ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു പായസമാണിത്. അപ്പോൾ നമുക്ക് ഇതിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഇതിന് വേണ്ടി ഞാൻ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ചെറിയ നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. പഴം നന്നായിട്ട് കഴുകി ഒന്ന് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയതിന് ശേഷം അരച്ചെടുക്കണം കേട്ടോ, മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി പായസം റെഡിയാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു പാൻ വയ്ക്കുന്നുണ്ട്. പാൻ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കാഷ്യൂവും കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നെയ്യ് അത്യാവശ്യം ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് ലാസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി തേങ്ങാക്കൊത്തൊന്ന് ഈ നെയ്യിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്ത് ഇങ്ങനെ ഒന്ന് ഫ്രൈ ആയി വന്നാൽ ഇതിലേക്ക് കാഷ്യൂ ചേർത്ത് കൊടുക്കാം. കാഷ്യൂവിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാഷ്യൂവിൻ്റെ കളറൊന്ന് മാറി വന്നാൽ ഇനി റൈസൻസ് ചേർത്ത് കൊടുക്കാം. റൈസൻസും നെയ്യിൽ നന്നായിട്ട് ഫ്രൈ ആയി വന്നാൽ നമുക്കിതിന് നെയ്യിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ, മാറ്റി വയ്ക്കാം. ഇതിന് നമുക്ക് പായസത്തിൻ്റെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാത്തിൻ്റെയും കളറൊക്കെ മാറി ഞാനിപ്പോൾ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു നെയ്യിൽ തന്നെയാണ് കാഷ്യൂ കിസ്മിസൊക്കെ ഫ്രൈ ചെയ്ത നെയ്യിൽ തന്നെയാണ് ഞാനിപ്പോൾ പഴം ഒന്ന് വാട്ടിയെടുക്കുകയാണ്. ഞാൻ പഴം മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഈ നെയ്യിൽ ഒരു 2 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വരട്ടിയെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ആയതിനു ശേഷം ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ 3 ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്ത് ശർക്കര ഒന്ന് പാനിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ശർക്കരപ്പാനി പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചെടുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിൽ അഴുക്കുണ്ടാവും. നന്നായിട്ട് അരിച്ചതിന് ശേഷം പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ശർക്കരപ്പാനിയും പഴവും നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ വരട്ടിയെടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഞാനിത് 20 മിനിറ്റ് വരട്ടിയെടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട്. ഇങ്ങനെ ആയാൽ മതി. നമുക്ക് പഴം ഇങ്ങനെ വരട്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഫ്രീസറിൽ വെക്കണം. 1 വർഷത്തോളം നമുക്കിത് ഇങ്ങനെ വരട്ടി പഴം സൂക്ഷിച്ച് വെക്കാം. പഴവും ശർക്കര ഇപ്പോൾ നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇനി തേങ്ങയുടെ 2ാം പാലും പഴവും ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരണം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് കുറുക്കിയെടുക്കാം. 15 മിനിറ്റോളം ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഇതാ പാലും ശർക്കരയും പഴവും ഒക്കെ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് കുറുകി വന്നാൽ ഇനി അധികം കുറുക്കണ്ട. ഇത്രയും ഒരു കട്ടിയിൽ വന്നാൽ ഇനി ഇതിലേക്ക് ചുക്കുപൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുക്കുപൊടി എന്ന് വെച്ചാൽ ഇഞ്ചി ഉണക്കി പൊടിപ്പിച്ചതാണ് കേട്ടോ. ഇവിടെയൊക്കെ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും ഉണക്കിയ ഇഞ്ചി. ആ ഉണങ്ങിയ ഇഞ്ചി ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ചുക്കുപൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ഏലക്കയും പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ചെടുത്താണ്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 3/4 കപ്പ് തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1ാം പാൽ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പായസം ഇത്രയേ ഉള്ളൂ. പഴപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ പഴപ്രഥമൻ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി പായസമാണിത്. എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇനി പായസത്തിന് മുകളിലായിട്ട് കാഷ്യൂ റൈസൻസും തേങ്ങാക്കൊത്തും ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പഴപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം.
ഇതുപോലെ ഒന്ന് പ്രഥമൻ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കണം കേട്ടോ. നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ. ബെല്ലൈക്കണിലെ ഓൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.